നമസ്കാരം. ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളുടെ സോഴ്സ് ആണ്. ഇന്നത് മൂന്നാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് വന്നൊരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഇമ്പാക്ട് പ്രിന്റർ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? അപ്പോ ഇമ്പാക്ട് പ്രിന്ററിന് എക്സാമ്പിൾ ആണ് ചോദിച്ചേക്കുന്നത് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ഒരു ഇമ്പാക്ട് പ്രിന്റർ ആണ്. അപ്പോ ഈ ചോദ്യം, ഈ ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ +1 കമ്പ്യൂട്ടർ സയൻസ് ചാപ്റ്റർ 3 കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഘടകങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പ്രിന്ററിന്റെ കാര്യം മാത്രമല്ല ബാക്കി അഡീഷണൽ ഫാക്ട്സും നിങ്ങൾക്ക് ഫുൾ ആയിട്ട് തന്നെ ഈ ഒരൊറ്റ വീഡിയോയിൽ ചെയ്യാൻ പോവാ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാതെ പോരുതേ. പിന്നെ നമ്മുടെ എല്ലാ അപ്ഡേറ്റുകളും ടെലഗ്രാം ചാനൽ വഴിയാണ് കൊടുക്കുന്നത്. അപ്പൊ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ കയറി പോന്നോളൂ. ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ +1 കമ്പ്യൂട്ടർ സയൻസ് ചാപ്റ്റർ 3 അതില് പ്രധാന ഔട്ട്പുട്ട് ഉപകരണങ്ങളും അവയുടെ പ്രത്യേകതകളും ആ ഒരു ഭാഗത്താണ് പ്രിന്ററിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള പ്രിന്റേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ഇങ്ക് ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ, തെർമൽ പ്രിന്റർ, ഇത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത് വിവിധ തരത്തിലുള്ള പ്രിന്ററുകൾ. അപ്പൊ ഓരോന്നായിട്ട് നോക്കാം. ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നിർമ്മിക്കുന്നതിനാണ് പ്രിന്റർ ഉപയോഗിക്കുന്നത്. ഹാർഡ് കോപ്പി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പ്രിന്റ് ചെയ്ത് കയ്യിലെടുക്കുന്ന ആ ഒരു കോപ്പിയെയാണ് ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്. ഹാർഡ് കോപ്പി. അപ്പൊ നമ്മൾ പ്രിന്റ് ചെയ്ത് എടുക്കാത്ത സിസ്റ്റത്തിലുള്ള കോപ്പി എന്താ പറയുന്നത്? സോഫ്റ്റ് കോപ്പി. അപ്പൊ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് എങ്ങനെ പ്രിന്റ് ചെയ്ത് അത് നമ്മുടെ കയ്യിലെത്തുന്ന അങ്ങനത്തെ ഔട്ട്പുട്ട് ലഭ്യമാക്കുന്ന ഔട്ട്പുട്ട് ഉപകരണമാണ് ഏത്? പ്രിന്റർ. അപ്പോൾ പ്രിന്ററിനെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഇമ്പാക്ട് പ്രിന്റർ, നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്നിങ്ങനെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അപ്പോ ഇമ്പാക്ട് പ്രിന്റർ വിഭാഗത്തിൽ പെടുന്നത് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഇമ്പാക്ട് പ്രിന്റർ വിഭാഗത്തിൽ പെടുന്നത് ഏത്? അത് തന്നെയല്ലേ എടുത്ത് ചോദിച്ചത്. ഇമ്പാക്ട് പ്രിന്റർ വിഭാഗത്തിൽ പെടുന്നത് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആണ്. ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. അപ്പോ വളരെ കുറഞ്ഞ പ്രിന്റിംഗ് ചെലവിൽ കാർബൺ കോപ്പികൾ പ്രിന്റ് ചെയ്യുന്നു ഈ ഡോട്ട് മെട്രിക്സ് പ്രിന്ററിൽ. ഇതാണ് ഇതിന്റെ ചിത്രം. ഡോട്ട് മെട്രിക്സ് പ്രിന്ററിന്റെ വളരെ കുറഞ്ഞ പ്രിന്റിംഗ് ചെലവിൽ കാർബൺ കോപ്പികൾ പ്രിന്റ് ചെയ്യുന്നു. ഒരു പ്രിന്ററിന്റെ വേഗത അളക്കുന്നത് ഒരു നിശ്ചിത സമയത്ത് എത്ര ക്യാരക്ടറുകൾ പ്രിന്റ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. അതായത് ക്യാരക്ടേഴ്സ് പെർ സെക്കൻഡ്, CPS, അതുപോലെ LPM, ലൈൻസ് പെർ മിനിറ്റ്, അല്ലെങ്കിൽ PPM, പേജസ് പെർ മിനിറ്റ്. ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് ഒരു കമ്പ്യൂട്ടറിന്റെ വേഗത അളക്കുന്നത്. അപ്പോൾ ഒരു നിശ്ചിത സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്, അതിൽ എത്ര ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര ലൈൻസ് പ്രിന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര പേജസ് പ്രിന്റ് ചെയ്യുന്നു എന്നിവയെ ആശ്രയിച്ചാണ് ഒരു പ്രിന്ററിന്റെ എന്ത് അളക്കുന്നത്? വേഗത അളക്കുന്നത്. ഈ പ്രിന്ററുകൾ വേഗത കുറഞ്ഞവയും ശബ്ദമുണ്ടാക്കുന്നവയുമാണ്. അപ്പൊ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ സ്പീഡ് കുറവാണ്, കൂടാതെ സൗണ്ട് ഉണ്ടായിരിക്കും. പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്ക് സൗണ്ട് ഉണ്ടായിരിക്കും. ഇനി അടുത്തത് ഇങ്ക് ജെറ്റ് പ്രിന്റർ. ഇങ്ക് ജെറ്റ് പ്രിന്റർ എന്ന് പറയുന്നത് നോൺ ഇമ്പാക്ട് പ്രിന്റർ ആണ്. അപ്പൊ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ഇമ്പാക്ട് പ്രിന്റർ ആണെങ്കിൽ ഇങ്ക് ജെറ്റ് പ്രിന്റർ, അടുത്ത പ്രിന്റർ ഇങ്ക് ജെറ്റ് പ്രിന്റർ എന്ത് ടൈപ്പ് ആണ്? നോൺ ഇമ്പാക്ട് ആണ്. അപ്പൊ ഇങ്ക് ജെറ്റ് പ്രിന്ററുകളിൽ അക്ഷരങ്ങൾ രൂപപ്പെടുത്തുന്നത് പ്രിന്റ് ഹെഡിലൂടെ ചെറിയ മഷത്തുള്ളികൾ പേപ്പറിലേക്ക് സ്പ്രേ ചെയ്തിട്ടാണ്. ഇങ്ക് ജെറ്റ് പ്രിന്ററുകൾ ചെലവ് കുറഞ്ഞവയാണെങ്കിലും ദീർഘകാലത്തേക്ക് ഉപയോഗിക്കുമ്പോൾ അവയുടെ ചെലവ് വർദ്ധിക്കുന്നു. ഇനി അടുത്തത് ലേസർ പ്രിന്ററുകൾ. ഇത് നോൺ ഇമ്പാക്ട് പ്രിന്റർ ആണ്. അപ്പൊ നോൺ ഇമ്പാക്ട് പ്രിന്ററിന് 2 ഉദാഹരണം പറഞ്ഞില്ലേ? ഇങ്ക് ജെറ്റ്, ലേസർ. ഡോട്ട് മെട്രിക്സ് ഏതാണ്? ഇമ്പാക്ട് പ്രിന്റർ ആണ്. നല്ല നിലവാരത്തിലുള്ള ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ ഇവ ഉപയോഗിക്കുന്നു. ഏതാ? ലേസർ പ്രിന്റർ. ഇനി ഡോട്ട് മെട്രിക്സ് പ്രിന്ററിനെ അപേക്ഷിച്ച് ശബ്ദമില്ലാതെയും വളരെ വേഗത്തിലും പ്രിന്റ് ചെയ്യാൻ ലേസർ പ്രിന്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്.
മോണോക്രോം എന്ന് വെച്ചാൽ എന്താണ്, ഒരു കളർ മാത്രമുള്ള ലേസർ പ്രിന്ററുകളും അതുപോലെ തന്നെ കളേർഡ് ആയിട്ടുള്ള പല വർണ്ണങ്ങളുള്ള, അതായത് കളേർഡ് കോപ്പീസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ കളർ ലേസർ പ്രിന്ററുകളും വിപണിയിൽ ലഭ്യമാണ്. മോണോക്രോം എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പി ഉണ്ടല്ലോ, അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ലേസർ പ്രിന്റർ അവൈലബിൾ ആണ്. അതുപോലെ കളർ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കളർ ലേസർ പ്രിന്ററുകളും വിപണിയിൽ ലഭ്യമാണ്. പല വിധത്തിലുള്ള കളർ ടോണർ കാട്രിഡ്ജുകൾ ഉപയോഗിച്ച് വിവിധ നിറങ്ങളിലുള്ള ഔട്ട്പുട്ടുകൾ സൃഷ്ടിക്കാൻ കളർ ലേസർ പ്രിന്ററുകൾ ഉപയോഗിക്കുന്നു. പക്ഷെ അതിനെന്താ, ചെലവ് കൂടുതലാ, ചെലവേറിയവയാണ്. പക്ഷെ ലേസർ പ്രിന്ററുകൾ വേഗതയേറിയവയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. അപ്പോ ഈ ലേസർ പ്രിന്ററുകളുടെ വേഗത അളക്കുന്നത് ppm പേജസ് പെർ മിനിറ്റിലാണ്. ഇനി അടുത്തത് തെർമൽ പ്രിന്ററാ. ഈ തെർമൽ പ്രിന്ററും എന്ത് ടൈപ്പാണ്, നോൺ ഇമ്പാക്ട് പ്രിന്ററാ. അപ്പോ ഇപ്പൊ പറഞ്ഞ തെർമൽ പ്രിന്റർ, ലേസർ പ്രിന്റർ, ഇങ്ക്ജെറ്റ് പ്രിന്റർ ഇതെല്ലാം നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സിന്റെ വിഭാഗത്തിൽ പെടുന്നവയാണ്. ഇപ്പൊ തെർമൽ പ്രിന്റർ എന്ന് പറയുമ്പോൾ തെർമൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അപ്പൊ ഹീറ്റ് സെൻസിറ്റീവ് തെർമൽ പേപ്പർ എന്ന പ്രത്യേകതരം പേപ്പർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ പേപ്പർ ഉപയോഗിച്ച് പ്രിന്റ് ഹെഡിന് മുകളിലൂടെ ഇത് നീങ്ങുമ്പോൾ അച്ചടിക്കേണ്ടതായ വിവരത്തിന്റെ പ്രതിരൂപം സൃഷ്ടിക്കുന്നു. എടുത്തുകൊണ്ടു പോകാൻ സാധിക്കുന്ന പ്രചാരത്തിലുള്ള പ്രിന്റർ ആണ് ഏത്, തെർമൽ പ്രിന്റർ. അപ്പോ പ്രിന്റേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇനി എന്തായാലും ഇവിടെ തന്നിരിക്കുന്ന വിവിധ ഔട്ട്പുട്ട് ഉപകരണങ്ങളും അവയുടെ ഉപയോഗവും ഒന്ന് നോക്കാം. അപ്പോൾ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ, കമ്പ്യൂട്ടറിൽ നിന്ന് വിവരങ്ങൾ ഔട്ട്പുട്ടായിട്ട്, അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ പ്രോസസ് ചെയ്ത് നമുക്ക് കിട്ടേണ്ട ഡേറ്റ, അതായത് നമ്മുടെ ഔട്ട്പുട്ട് ഏതൊക്കെ ഉപകരണങ്ങൾ വഴിയാണോ തരുന്നത് ആ ഉപകരണങ്ങളെ എല്ലാമാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ആദ്യത്തേത് വിഡിയുവിന്റെ ഫുൾ ഫോം ഓർക്കുക, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നതാണ് വിഡിയുവിന്റെ ഫുൾ ഫോം. അതായത് മെയിൻ ആയിട്ട് മോണിറ്ററുകളാണ്. മോണിറ്ററുകൾ പല രീതിയിലുള്ള മോണിറ്ററുകളുണ്ട്. CRT എന്ന് വെച്ചാൽ എന്തുവാണ്, കാഥോഡ് റേ ട്യൂബ് മോണിറ്ററുകൾ, അതുപോലെ ഗ്യാസ് പ്ലാസ്മ മോണിറ്ററുകൾ, LCD മോണിറ്ററുകൾ, TFT മോണിറ്ററുകൾ, LED മോണിറ്ററുകൾ, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്ററുകൾ, അതായത് OLED ഫുൾ ഫോം ഓർത്തിരിക്കാം, ഓർഗാനിക് LED, അതായത് LED ഫുൾ ഫോം അറിയാലോ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്ററുകൾ തുടങ്ങിയവ ഡിസ്പ്ലേ ഉപകരണങ്ങളാണ്. അപ്പോൾ വിവിധ തരത്തിലുള്ള മോണിറ്ററുകളുടെ പേരോർക്കുക, CRT മോണിറ്റർ, ഗ്യാസ് പ്ലാസ്മ മോണിറ്റർ, LCD, TFT, LED, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്ററുകൾ. ഇപ്പൊ ഡിസ്പ്ലേ ഉപകരണങ്ങളിൽ കാണുന്ന വിവരങ്ങളെ സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ അകത്തുള്ള കോപ്പീസ് ആണ് സോഫ്റ്റ് കോപ്പി. ഇപ്പൊ സ്ക്രീനിന് കുറുകെ ഡയഗണലായി ഇഞ്ചുകളിൽ ആണ് മോണിറ്ററിന്റെ വലിപ്പം കണക്കാക്കുന്നത്. രണ്ടാമത്തെ ഔട്ട്പുട്ട് ഡിവൈസ് ആണ് LCD പ്രൊജക്ടർ. വീഡിയോയും ചിത്രങ്ങളും കമ്പ്യൂട്ടറിലെ ഡേറ്റയും ഒരു വലിയ സ്ക്രീനിലോ മറ്റേതെങ്കിലും പരന്ന പ്രതലത്തിലോ പ്രദർശിപ്പിക്കാനാണ് എന്തുപയോഗിക്കുന്നത്, LCD പ്രൊജക്ടർ ഉപയോഗിക്കുന്നത്. നമ്മുടെ കോളേജിലൊക്കെ നമ്മൾ സെമിനാർ പ്രസന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്മാർട്ട് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഈ LCD പ്രൊജക്ടറും നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട്, ഇപ്പൊ ലാപ്ടോപ്പിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇപ്പം PPT അതിപ്പോൾ ബിഗ് സ്ക്രീനിൽ കാണിക്കുവാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ അവർ ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ PPT ഒക്കെ സ്ക്രീനിലേക്ക് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്, പ്രൊജക്ടേഴ്സ് ആണ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു സംഭവമാണ് പ്രൊജക്ടർ. പിന്നെ സിനിമാ തിയേറ്ററിൽ സിനിമ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രൊജക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊരു എന്താണ്, ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഉയർന്ന തീവ്രതയിലുള്ള പ്രകാശം LCDയിലുള്ള ആയിരക്കണക്കിന് പിക്സലുകളിലൂടെ കടത്തിവിടുകയും അവയെ ലെൻസ് ഉപയോഗിച്ച് കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ഇതാണ് അതിന്റെ ഒരു പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. ഉയർന്ന തീവ്രതയിലുള്ള പ്രകാശം LCDയിലുള്ള ആയിരക്കണക്കിന് പിക്സലുകളിലൂടെ കടത്തിവിടുകയും അവയെ ലെൻസ് ഉപയോഗിച്ച് കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. LCD പ്രൊജക്ടർ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇനി അടുത്തത് പ്ലോട്ടർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന് ഓർക്കുക. ഗ്രാഫിന്റെയും രൂപകൽപ്പനയുടെയും അതായത് ഡിസൈനിന്റെയും ഹാർഡ് കോപ്പി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണമാണ് പ്ലോട്ടർ. അപ്പോൾ ഗ്രാഫ് അതുപോലെ ഡിസൈൻ അതിന്റെയൊക്കെ ഹാർഡ് കോപ്പി നമുക്ക് കയ്യിൽ കിട്ടുന്ന പ്രിന്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലോട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. അതായത് വലിയ തോതിലുള്ള ഗ്രാഫ്, ഭൂപടങ്ങൾ, പോസ്റ്ററുകൾ, നിർമ്മാണത്തിന് ആവശ്യമായ മാപ്പുകൾ,
എഞ്ചിനീയറിംഗിന് ആവശ്യമായ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്യാനൊക്കെ ഏതാ പ്ലോട്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. രണ്ടു തരം പ്ലോട്ടേഴ്സ് ഉണ്ട്, ഡ്രം പ്ലോട്ടറും ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറും. ഡ്രം പ്ലോട്ടറും ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ, ടു ടൈപ്സ് ഓഫ് പ്ലോട്ടേഴ്സ് ആർ ഡ്രം പ്ലോട്ടർ ആൻഡ് ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ. ഡ്രം പ്ലോട്ടർ റോളർ പ്ലോട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ ടേബിൾ പ്ലോട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ ഡ്രം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ആകൃതിയില്ല, ഇപ്പൊ റോളർ എന്ന് ഓർത്താൽ മതി. ഫ്ലാറ്റ് ബെഡ് എന്ന് പറയുമ്പോഴത്തേക്കും ടേബിൾ കണക്കെ ഓർത്താൽ മതി, അതിനെ ടേബിൾ പ്ലോട്ടർ എന്നും വിളിക്കുന്നു. ഇപ്പൊ രണ്ട് ടൈപ്പ് പ്ലോട്ടേഴ്സ് ഏതൊക്കെയാണ്? ഡ്രം പ്ലോട്ടറും ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറും. ഡ്രം പ്ലോട്ടർ റോളർ പ്ലോട്ടർ എന്നും ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ ടേബിൾ പ്ലോട്ടർ എന്നും അറിയപ്പെടുന്നു. അടുത്തൊരു ടൈപ്പ് പ്രിന്റർ ആണ് 3D പ്രിന്റർ. അതായത് 3D വസ്തുക്കൾ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണമാണ് 3D പ്രിന്റർ എന്ന് പറയുന്നത്. പദാർത്ഥങ്ങളിൽ പലതരത്തിലുള്ള വസ്തുക്കൾ നിർമ്മിക്കുവാൻ സാധിക്കുന്നു. പ്രിന്റ് ചെയ്യേണ്ട വസ്തുവിനെ ആയിരക്കണക്കിന് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നു. താഴെ മുതൽ മുകൾ വരെ കഷ്ണം കഷ്ണമായി പ്രിന്റ് ചെയ്യുന്നു. ഈ ചെറിയ ലെയറുകൾ ഒന്നിച്ചു കൂടിച്ചേർത്ത് യഥാർത്ഥ വസ്തുവിന്റെ എന്തുണ്ടാക്കുന്നു? 3D മാതൃകയാണ് ഉണ്ടാക്കുന്നത്. സെറാമിക് കപ്പ്, കളിപ്പാട്ടങ്ങൾ എന്നിവയൊക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. കണ്ടിട്ടുണ്ടായിരിക്കും 3D. ഇതിന് 3D ഇമേജ് പ്രിന്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 3D പ്രിന്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഓഡിയോ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ. അപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന ശബ്ദം പുറത്തേക്ക് ലഭ്യമാക്കുന്നതാണ് ഏത്? ഓഡിയോ ഔട്ട്പുട്ട്, സ്പീക്കേഴ്സ് ഒക്കെ. ശബ്ദം സൃഷ്ടിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണമാണ് ഏത്? സ്പീക്കറുകൾ. അപ്പോൾ ശബ്ദം സൃഷ്ടിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണമാണ് ഏത്? സ്പീക്കറുകൾ. ഓഡിയോ പോർട്ടുകൾ വഴിയാണ് ഇവ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പോർട്ട് ഉണ്ട്, അതിൽ ഓഡിയോ പോർട്ട് വഴിയാണ് സ്പീക്കേഴ്സിനെ എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ടറുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പലതരത്തിലുള്ള പ്രിന്റേഴ്സ് കണ്ടു. ഇതിന്റെ വ്യത്യസ്ത സ്വഭാവങ്ങൾ താരതമ്യം ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് പ്രിന്റേഴ്സ്: ലേസർ പ്രിന്റർ, ഇങ്ക്ജെറ്റ് പ്രിന്റർ, തെർമൽ പ്രിന്റർ, ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. അപ്പൊ ഇതിലെ നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് ആണ് ലേസറും ഇങ്ക്ജെറ്റും തെർമലും ഒക്കെ. ഇമ്പാക്ട് പ്രിന്റർ ഏതേ ഉള്ളൂ? ഡോട്ട് മെട്രിക്സ് പ്രിന്ററേ ഉള്ളൂ. പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തു ലേസറിലാണെങ്കിൽ പൊടി രൂപത്തിലുള്ള മഷി, അതായത് ഇങ്ക് പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്. ഇങ്ക്ജെറ്റിലാണെങ്കിൽ ദ്രവരൂപത്തിലുള്ള മഷിയാണ് യൂസ് ചെയ്തത്. ദ്രവരൂപം, ലിക്വിഡ് ഫോമിലുള്ളതാണ്. തെർമലിലാണെങ്കിൽ ഹീറ്റ് സെൻസിറ്റീവ് പേപ്പർ ആണെന്ന് പറഞ്ഞു. ഡോട്ട് മെട്രിക്സിലാണെങ്കിൽ മഷി പുരട്ടിയ റിബൺ ആണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത്? ലേസർ പ്രിന്റർ പേപ്പർ ചൂടാക്കി അതിൽ പൗഡർ ഒഴുക്കുന്നു. ഇങ്ക്ജെറ്റിലാണെങ്കിൽ വളരെ ചെറിയ ദ്വാരങ്ങളിലൂടെ ദ്രവരൂപത്തിലുള്ള മഷി പേപ്പറിൽ സ്പ്രേ ചെയ്യുന്നു. തെർമലിലാണെങ്കിലോ തെർമൽ പ്രിന്റ് ഹെഡിന് മുകളിലൂടെ തെർമൽ പേപ്പർ പാസ് ചെയ്യുന്നു. ഡോട്ട് മെട്രിക്സിലാണെങ്കിൽ പേപ്പറിന് മുകളിലുള്ള റിബണിൽ പിന്നുകൾ അമർത്തുന്നു. ഇനി പ്രിന്റിങ്ങിന്റെ വേഗത, മിനിറ്റിൽ 20 പേജ്, ഏറ്റവും വേഗതയേറിയത് ലേസർ പ്രിന്റർ ആണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ മിനിറ്റിൽ 20 പേജ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി അതിന് കഴിയും. ഇവിടെയാണെങ്കിലോ ഇങ്ക്ജെറ്റ് ആണെങ്കിൽ മിനിറ്റിൽ 6 പേജ്, തെർമൽ ആണെങ്കിൽ സെക്കൻഡിൽ 150 mm, ഡോട്ട് മെട്രിക്സ് ആണെങ്കിൽ ഒരു സെക്കൻഡിൽ 30 മുതൽ 580 ക്യാരക്ടറുകൾ വരെ, അതായത് ഓരോ അക്ഷരങ്ങളാണ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഗുണമേന്മ പറയുകയാണെങ്കിൽ ലേസർ പ്രിന്ററിന് ഗുണമേന്മയുള്ള പ്രിന്റിംഗ് ബ്ലാക്ക് ആൻഡ് വൈറ്റിന് നല്ലതാണ്. ഗുണമേന്മയുള്ള പ്രിന്റിംഗ് ആണ്, കൂടാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേസർ പ്രിന്റേഴ്സ് ആണ് നല്ലത്. ഇങ്ക്ജെറ്റ് ആണെങ്കിൽ ഗുണമേന്മയുള്ളത്, പ്രത്യേകിച്ച് ചെറിയ ഫോണ്ടുകൾക്ക് നല്ലത് ഇങ്ക്ജെറ്റ് ആണ്. തെർമൽ പ്രിന്റർ ആണെങ്കിൽ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്യുന്നതിന് യോജിച്ചതല്ല, ടെക്സ്റ്റുകൾ പ്രിന്റ് ചെയ്യാൻ നല്ലതാണ്. ഡോട്ട് മെട്രിക്സ് ആണെങ്കിൽ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്യാൻ യോജിച്ചതല്ല, ടെക്സ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഡോട്ട് മെട്രിക്സ് നല്ലതാണ്. ഇനി ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ലേസറിന് ശബ്ദമില്ലാതെ പ്രിന്റ് ലഭിക്കും, വേഗത്തിൽ പ്രിന്റ് ലഭിക്കും, ഉയർന്ന പ്രിന്റ് നിലവാരം ഉണ്ടായിരിക്കും. ഇങ്ക്ജെറ്റിനാണെങ്കിലോ ശബ്ദമില്ല, ഉയർന്ന പ്രിന്റ് നിലവാരമുണ്ട്, ഉപകരണത്തിന് പ്രത്യേക തയ്യാറെടുപ്പ് ആവശ്യമില്ല, കുറഞ്ഞ ഉപകരണ വിലയുമാണ് ഏതിന്? ഇങ്ക്ജെറ്റിന്. തെർമലിനാണെങ്കിലോ ശബ്ദമില്ല, വേഗത അതുപോലെ ചെറുതാണ്, ഭാരം കുറവാണ്, കുറഞ്ഞ വൈദ്യുതി ഉപയോഗമാണ്, കൊണ്ടു നടക്കാവുന്നതാണ് തെർമൽ പ്രിന്റർ. ഡോട്ട് മെട്രിക്സ് ആണെങ്കിൽ റിബണിന് വില കുറവായത് കൊണ്ട് പ്രിന്റിങ്ങിന് വില കുറവാണ്, കാർബൺ കോപ്പി എടുക്കാൻ പറ്റും. ഏതാണ്? ഡോട്ട് മെട്രിക്സ്. ഈ ദോഷങ്ങൾ പറയുകയാണെങ്കിൽ ലേസർ പ്രിന്ററിന്റെ ദോഷം, പേപ്പർ കുടുങ്ങാനുള്ള സാധ്യത കൂടുതലാണ്, ടോണറിന്റെ വില കൂടുതലാണ്, ഉപകരണത്തിനും വില കൂടുതലാണ്. ഇങ്ക്ജെറ്റ് ആണെങ്കിൽ മഷിക്ക് വില കൂടുതൽ, മഷി വാട്ടർ പ്രൂഫ് അല്ല, അതിനാൽ സ്പ്രേ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ നേരിടാം. തെർമൽ ആണെങ്കിലോ സ്പെഷ്യൽ തെർമൽ പേപ്പർ ആവശ്യമായി വരുന്നു, പ്രിന്റിംഗ് ഗുണമേന്മ കുറവാണ്. ഡോട്ട് മെട്രിക്സ് ആണെങ്കിൽ പ്രാരംഭ മുടക്കുമുതൽ കൂടുതലാണ്,
വേഗത്തിൽ പ്രിന്റ് ചെയ്യുന്നില്ല, ശബ്ദം കൂടുതലാണ്. ഇപ്പൊ ഡോട്ട് മെട്രിക്സിനാണ് എന്ത് ശബ്ദം കൂടുതൽ. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് ഡിവൈസസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് ഇനി ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇൻപുട്ട് ഡിവൈസ് ഞാൻ മറ്റൊരു ക്ലാസ്സിൽ എടുത്തു തരാം. ഓക്കെ, അപ്പൊ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലെ എല്ലാ ചോദ്യങ്ങളുടെയും സോഴ്സ് പരമാവധി കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഡിഗ്രി പ്രിലിംസ് 1ാം ഘട്ട പരീക്ഷയുടെ റിലേറ്റഡ് ഫാക്ട്സ് ഡീറ്റെയിൽ ആയിട്ട് 100 ചോദ്യങ്ങളുടെയും റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. 2 പാർട്ട് കഴിഞ്ഞു. അപ്പൊ അതുകൂടി കൂടെ അങ്ങ് ഫോളോ ചെയ്ത് വരാം. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു.